ചില പ്രചരണങ്ങള്, ചില മുനവച്ച പ്രചരണങ്ങള് അത് ജനിച്ച മതമേതാണെന്ന് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കണം സ്വർഗത്തിലേക്കുള്ള വാതിൽ വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിന് നരകം സമ്മാനിച്ചുകൊണ്ട് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിപ്പിക്കുന്നതിന്റെ ആ അവസ്ഥയിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശമായ പാലക്കാട് ജില്ലയുടെ ഒരു അറ്റത്തേക്കാണ്. മലപ്പുറത്തിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വർഗീയതയുടേതായിട്ടുള്ള സാഹചര്യത്തെ ഒരു ജില്ലയാകുമ്പോ ആ ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ, സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് എത്ര കാലമായി ലീഗ് അത് ചൊൽപ്പടിക്ക് നിർത്താൻ നോക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോ ലീഗിന് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂലെന്ന് കണ്ടപ്പോ എടോ വലോ നിർത്താൻ രണ്ടു കൂട്ടരെ കൂടെ കൂട്ടിയിരിക്കുക. എടോ നാറി ചെറ്റെ, നോക്കണ്ട, നിന്നെ തന്നെ സരിനെ, നിന്നെ തന്നെയാണ് വിളിച്ചത്. നീ ഒരു നാറിയാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. ആശയവും ആദർശവും ഒന്നും വിഷയമല്ലാതെ ഒരു തെരഞ്ഞെടുപ്പില്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പില് സീറ്റില്ല എന്നറിഞ്ഞപ്പോ മറുകണ്ഠം ചാടിയ ഒരു പരമചറ്റയാ താന്. ആ താന് കുറെ കാലം ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പുറകെ നടന്നു നോക്കി. അവരെ നിനക്ക് താങ്ങില്ല എന്ന് കണ്ടപ്പോ, അവരെ രോമത്തിൽ പോലും തൊടാൻ നിനക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അവസാനം നീ ഒരു വേട്ടപ്പട്ടിയെ പോലെ, ഒരു പേ പിടിച്ച പട്ടിയെ പോലെ പാലക്കാട്ട് ഇരുന്നു കൊണ്ട് അവൻ അടൂരല്ലേ ഉള്ളത്, ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്ക എന്ന് പറഞ്ഞപ്പോ അവൻ വന്നു, രാഹുൽ വന്നു. അവൻ പാലക്കാട് തന്നെയുണ്ട്. രാഹുൽ പാലക്കാട് ഉണ്ടായിട്ടും ഞൊട്ടാൻ തനിക്ക് സാധിച്ചില്ല, തൊടാൻ തനിക്ക് സാധിച്ചില്ല. അപ്പൊ തനിക്ക് അതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. താന് ഈ പറയുന്ന പിരിയാരിയിലെ പിരിപോയ ഒരു ചെറ്റ മാത്രമാണ് സരിനെ. തന്നോട് ഒരു ചെറിയ ബഹുമാനവും ചെറിയ ഒരു ഇമ്പവും ഒക്കെ തന്നോട് ഉണ്ടായിരുന്നു. ബട്ട് അത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് താൻ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട്, ആദർശം മുന്നിൽ വെച്ചുകൊണ്ടാണ് താൻ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിൽ തന്നോടുള്ള സ്നേഹത്തിനും തന്നോടുള്ള ബഹുമാനത്തിനും ഒരു കുറവും ഉണ്ടാവില്ലായിരുന്നു. ബട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞ് താൻ ഇറങ്ങിപ്പോയപ്പോ സരിനെ, എടോ ചെറ്റെ, താനൊരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. ഇതിലപ്പുറം നിന്നെ വിളിക്കണം എനിക്ക് എൻ്റെ വായിൽ വരുന്നുണ്ട്. ബട്ട് ഞാനത് ചെയ്യാത്തത് അത് ഒരു മാന്യത എന്ന് പറയുന്നത് കടന്നു പോകുമെന്ന് കരുതിയിട്ടല്ല കേട്ടോ. കാരണം മാന്യത എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്. അത് സരിന് മാന്യതയൊന്നും വേണ്ട, സഭ്യതയുടെ രീതികളൊന്നും വേണ്ട, ആദർശമൊന്നും പറയാതെ വരാതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ചെറ്റകളെ അതിനപ്പുറത്തെ വാക്കുകൾ കൊണ്ട് അറിയാൻ പാടില്ലായിട്ടല്ല, അങ്ങനെ അഭിസംബോധന ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, അത് വേണ്ടെന്ന് കരുതിയിട്ടാണ്. അത് മാന്യത ഉള്ളത് കൊണ്ട് ആണെന്ന് സരിൻ തെറ്റിദ്ധരിക്കേണ്ട. താൻ പട്ടാമ്പിയിൽ മത്സരിച്ചില്ലേ? പട്ടാമ്പിയിൽ മത്സരിച്ചിട്ട് 8 നിലയിൽ പൊട്ടിയില്ലേ സരിനെ? അല്ല, ഒറ്റപ്പാലത്താണോ പട്ടാമ്പിയിലാണോ എവിടെയോ ഒരു സ്ഥലത്ത് മത്സരിച്ചു. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്താണോ പട്ടാമ്പിയിലാണോ? ഒറ്റപ്പാലത്താണ് തോന്നുന്നു. എവിടെയാണെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട്, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ പറയുന്ന സരിൻ എന്ന് പറയുന്ന ഈ ചെറ്റയെ ഞാൻ ചെറ്റ എന്ന് തന്നെ വിളിക്കും. ഇവൻ നാറിയും പരനാറിയും ചെറ്റയും ഒന്നുമല്ല ഇവന്റെ വിശേഷണം. അതിനപ്പുറത്തെ വാക്കുകൾ എൻ്റെ വായിലുണ്ട്, എനിക്കറിയാവുന്ന എൻ്റെ ഡിക്ഷണറിയിലുണ്ട്. ഞാൻ അതിവിടെ പ്രയോഗിക്കുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഈ ചെറ്റ ഒറ്റപ്പാലത്താ തോന്നുന്നു. ഏതാണെങ്കിലും പട്ടാമ്പിയിലോ ഒറ്റപ്പാലത്തോ ഇതിനെക്കുറിച്ച് ഇവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനോ അത് ഗൂഗിൾ ചെയ്യുവാനോ ഞാൻ നിന്നിട്ടില്ല. കാരണം ഈ ചെറ്റയെക്കുറിച്ചൊന്നും കൂടുതൽ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും ഇവൻ മത്സരിച്ചു, 8 നിലയിൽ പൊട്ടി. ഇവൻ മത്സരിച്ചപ്പോഴും പൊട്ടിയതല്ല വിഷയം. ഓക്കെ, ഇവൻ പൊട്ടിയപ്പോൾ കോൺഗ്രസ് പൊട്ടി എന്നായിരിക്കും നിങ്ങൾ പറയുക. ഓക്കെ, കോൺഗ്രസ് പൊട്ടി, ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതേസമയം തന്നെ പാലക്കാട് നിന്ന് ഷാഫി വിജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവനെ പോലെയുള്ള നാറികളെ കോൺഗ്രസിൽ എടുത്തതാണ് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളതാണ്. ഇവനെ പോലെയുള്ള ചെറ്റകളെയൊന്നും, ഈ വിഴുപ്പിനെയൊന്നും എടുത്ത് കൊണ്ട് തലയിൽ നടക്കേണ്ട ഒരു ഗതികേടും കോൺഗ്രസിനുണ്ടായിരുന്നില്ല. പിന്നെ ഒരു യുവ നേതൃത്വമാണല്ലോ, യുവാക്കളാണല്ലോ, യുവരക്തമാണല്ലോ എന്നൊക്കെ കരുതി കോൺഗ്രസ് കൂടെ ചേർത്തി ഒരു സീറ്റും കൊടുത്തിട്ട് അവസാനം പാലക്കാട് സീറ്റിന് വേണ്ടി ആ രാഷ്ട്രീയത്തെ, ആ പാർട്ടിയെ ഒറ്റുകൊടുത്തിട്ട് ഇറങ്ങിപ്പോയ ചെറ്റയായിവൻ. ഇവനിപ്പോ രാഹുലിന്റെയും ഷാഫിയുടെയും പുറകെ കുറെ നടന്നു നോക്കി. ഇവന്റെ കൊക്ക, ഇവന്റെ ചൂണ്ട
ഇവന്റെ ചൂണ്ട ഷാഫിയെയും രാഹുലിനെയും ചൂണ്ടാൻ മാത്രം കെൽപ്പുള്ളതല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഇപ്പൊ ഇവന്റെ അടുത്ത നീക്കം മുസ്ലിം ലീഗിന്റെ നേരെയാണ്. എടോ നായിന്റെ മോനെ, നിന്നെ അങ്ങനെ തന്നെ ഞാൻ വിളിക്കും, കാരണം അത് വിളിക്കാഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല. എടോ നായിന്റെ മോനെ, താൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? എടോ 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാ, അതല്ലാതെ മുസ്ലിം ലീഗല്ല. താൻ ചില തെമ്മാടിത്തരം പറയുന്നതിന് ഒരു പരിധിയുണ്ട്, മനസ്സിലായില്ലേ? തെമ്മാടിത്തരം പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അതിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ചോ അതിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ചോ മുസ്ലിം ലീഗ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ ചെറ്റയെ 4 തെറി വിളിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ കഴിഞ്ഞ ദിവസം ഇവൻ്റെ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ കേരളത്തിൻ്റെ പൊതുജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പം എല്ലാവർക്കും പിരിവെട്ടുന്നത് മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്, അത് അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഇളകാത്ത കോട്ടയാണ് എന്നല്ലേ? നിങ്ങൾ കേരളത്തിലെ ഈ 14 ജില്ലകളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഒരഭിപ്രായം ആ നാടിനെ കുറിച്ച്, ആ നാടിൻ്റെ വികസനത്തെക്കുറിച്ച്, അവിടെ നടക്കുന്ന ഡെവലപ്മെന്റിനെ കുറിച്ച്, അവിടെ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവിടെ നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവിടെ നടക്കുന്ന ചേർത്ത് പിടിക്കലിനെ കുറിച്ച്, അവിടെ നടക്കുന്ന സാഹോദര്യത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ഒരു വിചിന്തനം നടത്തുകയാണെങ്കിൽ ഈ കേരളത്തിന്റെ 14 ജില്ലകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പലതും നിങ്ങൾ മലപ്പുറത്തിന്റെ മണ്ണിൽ കാണും. മലപ്പുറത്തിന്റെ മണ്ണിൽ സൗകര്യങ്ങൾ കൊണ്ടും വികസനങ്ങൾ കൊണ്ടും സാഹോദര്യം കൊണ്ടും നന്മ കൊണ്ടും ചേർത്ത് പിടിക്കൽ കൊണ്ടും എല്ലാം ഈ കേരളത്തിന്റെ ബാക്കിയുള്ള 13 ജില്ലകളെക്കാൾ ഒരു പടി മുന്നിൽ മലപ്പുറം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ ജില്ല നിൽക്കുന്നത് കാണാം. ഈ മലപ്പുറത്തോട് നിങ്ങളൊന്ന് സഞ്ചരിക്കുമ്പോൾ അതൊരു നരകമാണെന്ന് നിങ്ങൾക്കാർക്കും തോന്നുകയില്ല. ബട്ട് സഖാക്കൾക്കും അതൊന്നും തോന്നാറില്ല. ബട്ട് ഈ സരിനെ പോലെയുള്ള ഈ ചെറ്റകൾ, ഇവരൊക്കെ തോന്നാത്ത കാര്യങ്ങൾ അങ്ങനെ തോന്നും. അതിന് കാരണം ഇവൻക്കൊന്നും ഫീൽ ചെയ്യാത്ത കാര്യങ്ങൾ ഇവൻ ഫീൽ ചെയ്യിപ്പിക്കും. കാരണം ഇവന്റെ തന്ത സുരേഷ് ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ മാതൃകയാക്കണമെന്നാണ്. എന്നാ അത് പറഞ്ഞത്? ഷാഫി കാണാൻ കൊള്ളാവുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ബാംഗ്ലൂരേക്ക് ട്രിപ്പ് അടിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞ അതേ സെക്കൻഡിൽ തന്നെയാണ് ഈ പറയുന്ന സുരേഷ് ബാബു പറഞ്ഞത്. സുരേഷ് ബാബു എന്ന് പറയുന്ന ഈ സരിന്റെ 2ാമത്തെ തന്തയുണ്ടല്ലോ, ആ തന്ത പറഞ്ഞത് മുസ്ലിം ലീഗിനെ മാതൃകയാക്കണമെന്ന്. ഇവിടെ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ മാതൃകയാക്കണോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ മാതൃകയാക്കണോ എന്നൊന്നുമല്ല. കേരളം നരകമായിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ പിണറായി വിജയനാ. എന്നിട്ട് സരിൻ വന്നിട്ട് മുസ്ലിം ലീഗ് ഏതോ ഇല്ലാത്ത സ്വർഗം സ്വപ്നം കാണുന്നു എന്ന്. എടോ നായിന്റെ മോനെ, സരിനെ അങ്ങനെ തന്നെ ഞാൻ നിന്നെ വിളിക്കും. മുസ്ലിമായിട്ട് ജനിക്കുകയും ജീവിക്കുകയും ആ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരും മുസ്ലിം ലീഗുകാരല്ല, മനസ്സിലായില്ലേ? സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് അത് ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസമാണ്, അത് മുസ്ലിം ലീഗുകാരൻ്റെ മാത്രം വിശ്വാസമല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് താൻ്റെ ഈ ഉഡായിപ്പ് പരിപാടി, ഈ തന്തയില്ലായ്മ മെത്തരം ഉണ്ടല്ലോ, അത് തൻ്റെ വീട്ടിൽ വെച്ചാൽ മതി. താന് അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള തത്രപ്പാടിലാണ് എന്നുള്ളതറിയാം. താൻ അതിനുവേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും സരിനെ, ഞാൻ ഇപ്പൊ പറയുന്നത് നീ എഴുതി വെച്ചോ, എവിടെ മത്സരിച്ചാലും സരിനെ നീ വിജയിക്കില്ല. എവിടെ മത്സരിച്ചാലും സരിനെ നീ വിജയിക്കില്ല. 100% നീ എഴുതി വെച്ചോ. സരിൻ എന്ന് പറയുന്ന ഈ വിഷം, ഈ ചെറ്റ, ഇവൻ വിജയിക്കില്ല എവിടെ മത്സരിച്ചാലും. അത് നിങ്ങൾ CPMന്റെ പൊന്നാപുരം കോട്ടയിൽ കൊണ്ടുപോയി ഈ സരിനെ മത്സരിപ്പിച്ചാലും വിജയിക്കില്ല. പിന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയവും ബാക്കിയുള്ളതും ഒക്കെ ഈ സരിനെ പോലെയുള്ള കുറെ ചെറ്റകൾക്ക് നന്നായിട്ട് ആകുലരാക്കുന്നുണ്ട്. നിങ്ങളെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ നന്നായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ പറയുന്ന ചെറ്റ
തോറ്റ് തുന്നം പാറാൻ ഏറ്റവും വലിയ കാരണക്കാരൻ എന്ന് പറയുന്നത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരല്ല, പാലക്കാട്ടെ മുസ്ലിം ലീഗുകാരാണ്. പാലക്കാടിൻ്റെ മണ്ണിലെ മുസ്ലിം ലീഗിൻ്റെ ശക്തി അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സരിൻ എന്ന് പറയുന്ന ചെറ്റ അവിടെ തോറ്റു തുന്നം പറയത്. ഈ സരിൻ്റെ തോൽവിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമാണ്. അതിൻ്റെ ഒരു ചൊറിച്ചിൽ സരിനുണ്ട്, നന്നായിട്ട് ചൊറിയുന്നുണ്ട്. കാരണം സരിൻ അതിയായിട്ട് സ്വപ്നം കണ്ടതാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ മലർത്തിയടിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ മണ്ണിൽ അങ്ങ് വിജയിച്ച് കയറാമെന്ന് സരിൻ വളരെയധികം സ്വപ്നം കണ്ടതാ. ബട്ട് അതിനൊക്കെ തടയിട്ടത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമാണ്. രാഹുലിൻ്റെ വിജയത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കോൺഗ്രസ്സുകാരനേക്കാളും ഏറ്റവും അധികം പ്രവർത്തിച്ചുള്ളത് മുസ്ലിം ലീഗുകാരനാണ്. ആ തിരിച്ചറിവ് ഈ ചെറ്റക്കുണ്ട്. ഞാൻ ഇവരെ ചെറ്റ തന്നെ എന്ന് വിളിക്കുള്ളൂ. അതിനി എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ചെറ്റയെ ചെറ്റ എന്ന് തന്നെ വിളിക്കണം. മാന്യത ഇങ്ങോട്ട് മാത്രം അല്ലെങ്കിൽ അങ്ങോട്ട് മാത്രം കിട്ടേണ്ട ഒന്നാണെന്നല്ല. മാന്യത എന്ന് പറയേണ്ടത് എല്ലാം ബഹുമാനവും മാന്യതകളും ഒക്കെ കൊടുക്കൽ വാങ്ങലുകൾ തന്നെയാണ്. ഇങ്ങോട്ട് കിട്ടുന്നത് തിരിച്ച് അങ്ങോട്ട് തരികയുള്ളൂ സരിനെ. അതുകൊണ്ട് ചെറ്റത്തരം തുപ്പാൻ സരിനെ നീ നിയമസഭയുടെ പടി നീ കാണില്ല. അത് നീ എവിടെ മത്സരിച്ചാലും CPM-ന്റെ പൊന്നാപുരം കോട്ടയിൽ മത്സരിച്ചാലും സരിനെ നീ എഴുതി വെച്ചോ, നീ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് എന്നറിയാം. എവിടെ മത്സരിച്ചാലും സരിനെ നീ തോൽക്കും സരിനെ, എഴുതി വെച്ചോ. നിന്റെ കുരു ഇനിയും പൊട്ടുമെന്നറിയാം. അതുകൊണ്ട് നിന്റെ ഈ ചെറ്റ വർത്താനം അത് മുസ്ലിം ലീഗിൻ്റെ നെഞ്ചത്തേക്ക് വേണ്ട സരിനെ. അത് നിനക്ക് നല്ലതിനല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം നിന്നെ ചെറ്റ എന്ന് വിളിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.